അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സെഷനായി കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ എം ജോർജ്, ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കൾ, സൂമിലൂടെ അറ്റൻഡ് ചെയ്യുന്നവർ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ രാവിലത്തെ സെഷനിലേക്ക് നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് രാവിലെ ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. കഴിഞ്ഞ രാത്രിയിൽ ശക്തമേറിയ ദൈവത്തിന്റെ ആലോചനകൾ നൽകുവാൻ, കർത്താവിന്റെ അഭിഷേകത്തിനെ ദൈവമുള്ള കരങ്ങൾ എടുക്കുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലവും തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസനെ കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളുടെ മതിയെ പരിചയപ്പെടുത്തുവാനിടയായി. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി, അതെ, ദൈവ രാജ്യ മഹത്വത്തിന് വേണ്ടി സഭാ മിനിസ്ട്രിയിൽ ആയിരിക്കാൻ കർത്താവിന്റെ ദാസനതയും കരങ്ങളെടുത്ത് ഉപയോഗിച്ചു വരുന്നു. അതെ, ബഹ്റിനിലുള്ള IPCയുടെ റീജിയണൽ പ്രസിഡന്റായിട്ടും അതേ സമയത്ത് അവിടെയുള്ളതായ അതെ ചർച്ചിന്റെ പാസ്റ്ററായിട്ടും ഒക്കെ കർത്താവിന്റെ ദാസൻ കുടുംബമായിട്ട് അവിടെ പാർത്ത് കർത്താവിന്റെ വേലയിൽ ദീർഘവർഷങ്ങളായിരിക്കാൻ കർത്താവ് കൃപ നൽകി. ബാലറ്റുള്ളതായ പ്രിയ അതെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റാൽസൻ രാജുവിന്റെ അതെ ഫാദർ ലോ ആണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം വീണ്ടും അതെ ഏകദേശം ഒരു വർഷത്തിന് ശേഷമായിരിക്കും. നമുക്ക് അനുഗ്രഹമാണ്. ഇന്ന് പകൽക്കാലവും വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവെ, അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ, അടിയനെ പണിയണമേ, അടിയനെ ചത്തണമേ, അടിയനെ രൂപാന്തരപ്പെടുത്തണമേ, ആവശ്യമായ ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽ നൽകണമേ. നമ്മൾ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവത്തിലായിരിക്കുമെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസനോട് നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയത്ത് ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ കടന്നു വരുവാൻ തക്കോണം വലിയവനായ കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഈ വാത്സല്യ ഭവനത്തിൽ വിശ്രമിപ്പാനും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വലിയവനായ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ രാത്രികാലം നാം ദൈവത്തിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ മടങ്ങി. രാത്രികാലം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സ്തോത്രം. യഹോവ നമ്മെ താങ്ങിയത് കൊണ്ടാണ് നാം ഉണർന്നത്. കഴിഞ്ഞ രാത്രികാലം കിടക്കയിലേക്ക് പോയ എത്രയോ പേര് ഉണരുവാൻ കഴിയാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെ പരിപാലിച്ച്, നമ്മെ താങ്ങി, നമ്മെ കരുതി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സുബിന്, ക്രിസ്റ്റി കുഞ്ഞുങ്ങൾ, അവരെ കർത്താവ് വിശേഷാൽ സഹായിക്കട്ടെ. അവരുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. സ്തോത്രം. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് സുവിശേഷത്തിനായിട്ട് അവർ കൊടുക്കുന്ന വില കാണുവാനും ഒക്കെ ഇടയാകുന്നു. ദൈവത്തിന് സ്തോത്ര. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ സഭയുടേതായ ഉത്തരവാദിത്വം ആ കുടുംബം, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ വിഷയത്തിൽ കർത്തൃദാസന് സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കാണുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് കർത്താവ് ഈ ദൈവസഭയെ വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവകൃപയും പകർന്നു കൊടുത്ത് അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഈ പ്രഭാതത്തിൽ സാധാരണ ഞാൻ 4:30 മണിക്ക് എഴുന്നേക്കാറുണ്ട്. വളരെ ഒരു പ്രാർത്ഥന ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഓർത്ത് എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. കുടുംബങ്ങൾക്കായിട്ട്, വ്യക്തികൾക്കായിട്ടൊക്കെ പ്രാർത്ഥിപ്പാൻ ഇടയാകുന്നുണ്ട്. പേര് പറഞ്ഞ് തന്നെ ഓരോ പേരും പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ആരെയെങ്കിലും ഫോൺ ചെയ്യുവാൻ പെട്ടെന്ന് പ്രേരിപ്പിച്ചാൽ ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. ഇന്ന് പ്രഭാതത്തിലും ഒരു സ്തോത്രം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഫോൺ ചെയ്യണമെന്ന് എനിക്ക് ആത്മാവ് പ്രേരിപ്പിച്ചു. ഞാൻ പ്രഭാതത്തിൽ പെട്ടെന്ന് ഫോൺ എടുത്ത്
അവർക്ക് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, ദൈവാത്മാവ് പറയുന്നു നിങ്ങൾ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ്, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനാണ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ പറഞ്ഞ് അവരെ ഉണർത്തി. അത് ജർമ്മനിയിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടിയാണ്. വളരെ ഭാരത്തിൽ അവരെന്നോട് പറഞ്ഞു, വളരെ ഭാരത്തിലായിരിക്കുകയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി എന്താണ് ഡിസിഷൻ എടുക്കണം. എനിക്കന്ന് ഇന്ന് അവർക്ക് രാത്രിയാണ്, 8-9 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഞാനിവിടെ വെളുപ്പിനെ വിളിച്ചപ്പോൾ 7:30 ഒക്കെയായെന്ന് തോന്നുന്നു. ഇന്ന് പ്രഭാതം തൊട്ട് ആ വിഷയത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, മാനസികമായ 1-2 ആലോചന വന്ന് ഞാൻ അതിൻ്റെ പുറകെ പോകണമോ അതോ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റർ വിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആശ്വാസമായ പ്രാർത്ഥനയിലുള്ളതായ ആ ദൈവാത്മാവ് നൽകിയ വചനം ഞാൻ ദൂതായിട്ടൊന്നും പറഞ്ഞില്ല, പ്രാർത്ഥനയിലൂടെ ഒത്തിരി ആശ്വാസമായി എന്ന് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലവും പ്രാർത്ഥനയ്ക്കായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് ഇടപെടട്ടെ. വചനം ദൈവത്തിൻ്റെതാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വകയാണ്. മറ്റ് ഈ 4 ദിവസത്തെ ലീവ് ലഭിച്ചപ്പോൾ മറ്റ് പ്രോഗ്രാമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളാരും ഇവിടെ വന്നത്. ദൈവസന്നിധിയിലുള്ള ആശ്വാസവും ദൈവസന്നിധിയിലുള്ളതായ ആ സ്തോത്രം ദൈവകൃപയും ഏറ്റെടുക്കുവാൻ തക്കോണം കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും ഇടപെടേണ്ടതിനായിട്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. കുറിവാക്യമായിട്ട് ഒരു തിരുവചന ഭാഗം നമുക്കിവിടെ വായിച്ച് കേൾക്കാം. അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുന്ന നിലവാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. Someone can read in English also. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. ഒരു ഓവർഫ്ലോയിങ് അനുഭവത്തിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസമാണ്. അത് പകരുന്നത്, ആ പകർച്ച അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പ്രത്യാശ നൽകുന്ന ദൈവം. ആ പദങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 1, പ്രത്യാശ നൽകുന്ന ദൈവം. 2, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. സ്തോത്രം. സമൃദ്ധിയുടെ അനുഭവം. ഹല്ലേലൂയ. ഒരു ഓവർഫ്ലോയിങ് അനുഭവം. ഒരു വർദ്ധനവിൻ്റെ അനുഭവം പ്രാപിപ്പാൻ ഹല്ലേലൂയ, സ്തോത്രം, ഇടയാകട്ടെ. ഈ പ്രാർത്ഥന, ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവകൃപയിലുള്ള ഒരു വർദ്ധനവ് പ്രാപിപ്പാൻ ദൈവം നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തിൽ നാം ഒരു വചനം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. പിന്മഴയുടെ കാലത്തെ യഹോവയ്ക്ക് മഴയ്ക്കായി അപേക്ഷിപ്പീൻ, അവൻ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. അവൻ വയലിലെ ഏത് സസ്യത്തിനും
മാരിയെ പെയ്യിച്ചു കൊടുക്കുന്നുവെന്ന് സക്കറിയാവ് 10:1 പിന്മഴയുടെ കാലത്ത് യഹോവയ്ക്ക് മഴയ്ക്കായി അപേക്ഷിപ്പീൻ, അവൻ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അപേക്ഷിക്കാൻ പറഞ്ഞത് ഏത് കാലത്താ? പിന്മഴയുടെ കാലത്ത്. ഹല്ലേലൂയ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴയുടെ കാലത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക് നമ്മൾ ചോദിക്കട്ടെ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ സ്തോത്രം പ്രാർത്ഥിക്കാൻ പറയുന്നത്? മഴ പെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴാണോ അപേക്ഷിക്കാൻ പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ നാം തിരുവചനത്തിൽ വായിക്കുന്നത് പിന്മഴയുടെ കാലത്ത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും unheard of thing, asking of rain in the times of latter rain. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും അത് കേട്ടിട്ടില്ല. മഴ ഏതായാലും പെയ്യുന്നുണ്ടല്ലോ, പെയ്യട്ടെ. എന്നാൽ ഹല്ലേലൂയ, നിന്റെ മേലെ അനുഭവം പകരപ്പെടണമെങ്കിൽ, ആ മഴയുടെ അനുഭവം ഹല്ലേലൂയ നിന്റെ മേൽ പകരപ്പെടണമെങ്കിൽ നീ അപേക്ഷിക്കാൻ തയ്യാറാകണം. നീ അതിനായി അപേക്ഷിക്കണമെങ്കിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് വായിച്ചത് എന്താണ്? യഹോവ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഒരു മിന്നൽ പിണർ ഹല്ലേലൂയ അവൻ ഉണ്ടാക്കുന്നു എന്ന് ഹല്ലേലൂയ ഈ പ്രഭാതത്തില് ഹല്ലേലൂയ ദൈവവചനത്തിന്റെ അധികാരതയിൽ നിന്നുകൊണ്ട് ഞാൻ ഹല്ലേലൂയ, സ്തോത്രം, ദൂതായിട്ട് അറിയിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം നിന്റെ ജീവിതത്തില് ഹല്ലേലൂയ പുഷ്ടിപ്പെടുവാൻ തക്കോണം. എന്തിനാ പിന്മഴയുടെ ആവശ്യം? ഒരു പുഷ്ടിപ്പെടുവാൻ, മണികൾ പുഷ്ടിപ്പെടുവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ പുഷ്ടിപ്പെടുവാൻ തക്കവണ്ണം എന്താവശ്യം? പരിശുദ്ധാത്മാവിന്റെ മഴയുടെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുന്നവരായി വിശ്വാസത്തിലുള്ളതായ ഹല്ലേലൂയ സകല സന്തോഷം. അതൊരു സന്തോഷമാണ്. വിശ്വാസത്തിലൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു ദൈവകൃപയുടെ ഹല്ലേലൂയ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവരും 1-2 നിമിഷങ്ങൾ ഹല്ലേലൂയ ഹൃദയത്തെ ദൈവത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ. അധരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. എല്ലാവരും hallelujah, everyone hallelujah, സ്തോത്രം. Open your mouths, hallelujah, സ്തോത്രം. Worship the Lord, hallelujah, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ hallelujah ദൈവകൃപ വ്യാപരിക്കട്ടെ. hallelujah, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്കിലേക്ക് നടത്തപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തതാഴ്ചം യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ദൈവകൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപയുടെ ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. എല്ലാ അന്യത്ര ചിന്തകള് ഹല്ലേലൂയ മാറിപ്പോകട്ടെ. ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാകട്ടെ. ഏകാഗ്രതയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ അന്യത്ര ചിന്തകൾ ഹല്ലേലൂയ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ കഴിയാത്തവണ്ണം പോരടിക്കുന്നതായ ദുഷ്ടമണ്ഡലങ്ങൾ, അതിന്റെ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓ രക്തത്താൽ ജയം യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ അരുളിയവൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരുവെന്ന് അരുളിയവൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
ഓ ഹല്ലേലൂയ, കൃപ കൃപ എന്ന ആർപ്പോട് ആണിക്കൽ കയറ്റുവാൻ അരുളിയവൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേലെ ഹല്ലേലൂയ ആധിപത്യം പുലർത്തുന്ന ദുഷ്ടമണ്ഡലങ്ങള്, വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ദുഷ്ടമണ്ഡലങ്ങള് ഇന്ന് പകൽക്കാലം നീങ്ങി പോകട്ടെ. രക്തത്താലും വചനത്താലും, രക്തത്താലും വചനത്താലും ജയം എടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യെസ് യെസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ ദാനിയേല്, ഹല്ലേലൂയ സ്തോത്രം, പാർസി രാജാവായി കോരശിന്റെ 3-ാം ആണ്ടിൽ, ഹല്ലേലൂയ സ്തോത്രം, കഴിച്ച ഒരു പ്രാർത്ഥനയെ കുറിച്ച് 10-ാം അധ്യായം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം, എടുക്ക് വായിക്കണ്ട, ഞാനത് പറഞ്ഞു വിടാം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ദാനിയേല് പ്രവാസത്തിലേക്ക് പോയി. സ്തോത്രം, 70 ആണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രവാസത്തിൽ ദാനിയേല് എത്രയാണ്ടെന്ന് എഴുതിയിട്ടില്ല. കോരശിന്റെ 1-ാം ആണ്ട് വരെ ദാനിയേൽ ജീവിച്ചിരുന്നു എന്നൊരു പദം എഴുതിയിട്ടുണ്ട് 1-ാം അധ്യായത്തിൽ. സ്തോത്രം, കോരശിന്റെ 1-ാം ആണ്ട് വരെ. എന്നാൽ കോരശിന്റെ 3-ാം ആണ്ടിലെന്ന് 10-ാം അധ്യായത്തിലുണ്ട്. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ. ഞാൻ ആ വിഷയങ്ങളൊന്നും വിവരിക്കുന്നില്ല, ആ ഒരു സബ്ജക്റ്റ് അല്ല എടുത്തിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ ദാനിയേൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഭാവി കാലം സംബന്ധിച്ച്, നിന്റെ ജനത്തിന്റെ ഭാവി കാലം സംബന്ധിച്ചുള്ള ഒരു അരുളപ്പാട്. യെസ്, ദാനിയേൽ പ്രാർത്ഥിച്ചു. സ്തോത്രം, 9-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സ്തോത്രം ഹല്ലേലൂയ ആണ്ടുകൊണ്ട് തീരുവെന്നുള്ള ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ ഗ്രഹിച്ചിട്ട് 8-ലും 8-ലും ഇരുന്നു കൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസനിൽ ഇരുന്ന വിഷയങ്ങൾ 9-ാം അധ്യായത്തിലുണ്ട്. ഇത് 10-ാം അധ്യായത്തിലെ വിഷയം വേറെയാ. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ 12-ാം വാക്യത്തിലുണ്ട്, നീ ദൈവസനിൽ അപേക്ഷിച്ച ദിവസം തന്നെ, നീ പ്രാർത്ഥനയ്ക്കായി മനസ്സ് വെച്ച ദിവസം തന്നെ നിന്നോടുള്ള ആലോചനയുമായി ഞാൻ ഇറങ്ങി വന്നു. പക്ഷേ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ 21 ദിവസം തടഞ്ഞു നിർത്തിയെന്ന്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട്? 10-ന്റെ 12, 13 വാക്യങ്ങളാ. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ തടഞ്ഞു നിർത്തി. എന്നാൽ പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ഞാൻ പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ അവന്റെ അടുക്കൽ വിട്ടേച്ച് അവനുണ്ടാക്കിയത്, ആ ഭാഗം അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അതിന്റെ മീനിങ് അതാ, അവനുണ്ടാക്കിയതായ ഒരു വലിയ ഹോളുണ്ട്, അതിലൂടെ ഇറങ്ങി ഇങ്ങ് വന്നെന്ന ആ പറഞ്ഞതിന്റെ മീനിങ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ഷുവർ ആക്കണേ, ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചാൽ മതി. 13-ാം വാക്യം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പൊ ഭാവി കാലത്ത് നിന്റെ ജനത്തിന്, യഹൂദ ജനത്തിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഗ്രഹിപ്പിക്കുവാൻ വേണ്ടി ആ ദൂതുമായി ഇറങ്ങി വന്നവനെ 21 ദിവസം തടഞ്ഞു നിർത്തി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലുണ്ട്. പക്ഷേ ഒരു പാർസി രാജ്യത്തിന്റെ പ്രഭു ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സർവ്വ ലോകവും, 1 യോഹന്നാൻ 5:19, സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. എടുത്തവർക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 5:19, സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അങ്ങനെയല്ലേ അവിടെ? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വ ലോകം ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ സ്തോത്രം. ഒരു കാലഘട്ടത്തേക്ക് അവനെ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവാത്മാവ് സ്തോത്രം എഫേസ്യർ 6:10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന്. അതുകൊണ്ട് ദുർദിവസത്തിൽ
സ്തോത്രം, എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഹല്ലേലൂയ അവന്റെ മുമ്പിൽ നിൽപ്പാനും കഴിയേണ്ടതിന് അവനോട് എതിർത്ത് നിൽപ്പീനെന്ന് നമ്മുടെ തിരുവചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് പറയുന്ന പല വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ സർവ്വായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. എന്നിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നത്, സകല പ്രാർത്ഥനയാലും. അങ്ങനല്ലേ 13-ാം വാക്യമാണെന്ന് തോന്നില്ലേ? 14 18-ാം വാക്യം. 18. സകല പ്രാർത്ഥനയാലും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ ശ്രദ്ധിക്കണമേ. സകല പ്രാർത്ഥനയാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, ജഡം കൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നാൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ദുഷ്ടമണ്ഡലത്തെ ഹല്ലേലൂയ ദുഷ്ടനിട്ടിരിക്കുന്ന മൂടുപടത്തെ ആ കവറിങ്ങിനെ കീറുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിന്നിലേക്ക് വ്യാപരിച്ച് കഴിയുമ്പോ ആ ദുഷ്ടന്റെ കവറിങ് നീങ്ങി പോകും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഓ ദുഷ്ടൻ അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്നെ ബന്ധിച്ച് തകർത്ത് കളയുവാൻ തൊക്കെ ഇട്ടിരിക്കുന്ന പോര് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു. ഹല്ലേലൂയ. അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവർ ശ്രമിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ചിട്ടു അവർ പ്രാർത്ഥിക്കുമ്പോൾ എന്തുണ്ടായി? വലിയൊരു ഭൂകമ്പമുണ്ടായി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലങ്ങി, ചങ്ങലകൾ അഴഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എന്താണ് സംഭവിച്ചത്? ദുഷ്ടൻ അടച്ച മണ്ഡലങ്ങൾ ഹല്ലേലൂയ അതേ ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുങ്ങി. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറായ ഹല്ലേലൂയ നിനക്കെതിരെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ പോരുകളും അതിന്റെ ശക്തികളും ഹല്ലേലൂയ അഴിയും. അത് ആരും അഴിക്കണ്ട. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. അത് താനേ അഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എല്ലാ ദുഷ്ടമണ്ഡലങ്ങളും നിനക്കെതിരായി ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കുടുംബത്തിന് മേലെ ഹല്ലേലൂയ തലമുറകളുടെ മേലെ പോരടിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങള്, അധികാരം പറയുന്ന ദുഷ്ടമണ്ഡലങ്ങള് ഈ പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തില് ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഒതുക്കി കളയാമെന്ന് ശത്രു വിചാരിച്ചു, തകർത്ത് കളയാമെന്ന് ശത്രു വിചാരിച്ചു. പക്ഷേ ആത്മമണ്ഡലത്തിലേക്ക് ഹല്ലേലൂയ കരേറിയവന്റെ മുമ്പിൽ എല്ലാ ദുഷ്ടമണ്ഡലങ്ങളും തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എന്ന് പകൽക്കാലം നീ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറായ ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യത്യസ്ത മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ നടത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആലോചന അറിയിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേസ് ഈ ദുഷ്ടന്റെ മൂടുപടി കവറിങ് മാറിയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ദാനിയേൽ, ഭക്തനായ ദാനിയേൽ 70 വർഷത്തിന് ശേഷം ദൈവം അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം. എന്താ മോളെ വിളിച്ചത് ദാനിയേലിനെ? മൈ ബിലവഡ്. 70 വർഷത്തിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം. മൈ ബിലവഡ്. ഹല്ലേലൂയ. ഏറ്റവും പ്രിയ പുരുഷനെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നെബൂഖദ്നേസർ ഹല്ലേലൂയ അവനൊരു വേറെ ഒരു പേരിട്ടു, ബാലിന്റെ ദൈവമെന്ന്. ബാൽ എൻ്റെ ദൈവമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 70 വർഷങ്ങൾക്ക് ശേഷവും ഹല്ലേലൂയ സ്തോത്രം ദാനിയേലിനെ ദൈവം വിളിക്കുന്ന
ഏറ്റവും പ്രിയ പുരുഷനെ, മൈ ബിലവഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിലായിരിക്കുന്ന എന്നെ നിന്നെയും കുറിച്ച് ദൈവം എന്താ വിളിക്കുന്നത്, എന്താണ് കോൾ ചെയ്യുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒത്തിരി കണ്ടവനാ. ഹല്ലേലൂയ, പ്രതിസന്ധികളുടെ മുമ്പിലൂടെ കടന്നു പോയവനാ. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ നടുവിൽ ഹല്ലേലൂയ ഒരു ജയത്തോടെ അവൻ നിന്നപ്പോൾ ഹല്ലേലൂയ ദൈവം അവനെ അംഗീകരിച്ചു. ഹല്ലേലൂയ, ദൈവം പറയുക, മൈ ബിലവഡ്. ഹല്ലേലൂയ, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, യേശുവിന്റെ മഹത്വം. നിറവിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് നടത്തപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഹല്ലേലൂയ തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഹല്ലേലൂയ ലോകത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ഹല്ലേലൂയ, യോഹന്നാൻ 7, 37, 38, 39 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഹല്ലേലൂയ, എവിടെ നിന്നാ ഒഴുകുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. ഹല്ലേലൂയ, കുറിവാക്യം മറക്കരുത്, അതവിടെ നിൽക്കട്ടെ, അതിലേക്കാണ് ഞാൻ കയറി വരുന്നത്. ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. യെസ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താണ് വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റം? ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് അവിടെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം? ഹല്ലേലൂയ, ജോൺ ചാപ്റ്റർ 14:23. ഹല്ലേലൂയ, സ്തോത്രം. ജോൺ 14:23. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും പിതാവും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവനെ, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എന്താ സംഭവിക്കുന്നത്? പിതാവിൻ്റെയും പുത്രന്റെയും ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായി തീരും നിന്റെ ഹൃദയം. നീ ദൈവത്തിന്റെ വകയായി മാറ്റപ്പെടും. ഹല്ലേലൂയ, അങ്ങനെ മാറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് റോമർ 10:12-15. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം കേൾവിയാലാണ്, വചനത്തിന്റെ കേൾവി. ഹല്ലേലൂയ, ആ കേൾവിയിലുള്ളതായ വിശ്വാസം നീ ഹല്ലേലൂയ വിശ്വാസം നിന്നിൽ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ആലയമായി നിന്റെ ഹൃദയം തീരും. അങ്ങനെ ആലയമായി തീർന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആലയമായി തീർന്നു കഴിയുമ്പോൾ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ഹല്ലേലൂയ, അതാണ് ഹല്ലേലൂയ നാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥ. നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിതപുത്ര പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായി തീരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം ദൈവം വസിക്കുന്ന വാസസ്ഥലമായി തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കവിഞ്ഞൊഴുക്കാണ് ആത്മശക്തിയുടെ മണ്ഡലം. രക്ഷിക്കപ്പെടാത്തവനും ദൈവകൽപ്പന പ്രമാണിക്കാത്തവനും ഇരുന്ന് തുള്ളിക്കഴിഞ്ഞാൽ തുള്ളൽ ആത്മശക്തി അല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ പാട്ടിന്റെ മ്യൂസിക്കിന്റെ അതിപ്രസരം അങ്ങോട്ട് കേൾക്കുമ്പോൾ നിന്ന് തുള്ളി വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്ന അന്യഭാഷയല്ല. അത് തിരിച്ചറിയണം ദൈവമക്കൾ. ഹല്ലേലൂയ, എവിടെയാണ് ഈ ഒഴുക്കൊഴുകുന്നത്? ഈ ജീവനുള്ള ഒഴുക്കൊഴുകുന്നത് എവിടെയാണെന്ന് ഹല്ലേലൂയ ഫാസ്റ്റിംഗ് പ്രയർ. പക്ഷേ ബേസിക് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറയുന്ന വിഷയത്തിന്റെ ആഴം മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, ശ്രദ്ധിക്കണമേ.
പ്രവാചകൻ ഈ കാഴ്ച ഒന്ന് കണ്ടു. സ്തോത്രം. വ്യത്യസ്ത പ്രവാചകന്മാർ വ്യത്യസ്ത മണ്ഡലങ്ങളിലൂടെ കാഴ്ച കാണുന്നത്. ഹല്ലേലൂയ. പ്രവചന വിഷയം പ്രവാചകന്മാർക്ക്, സ്തോത്രം, ഹല്ലേലൂയ, എങ്ങനെ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്? ദൈവം പണ്ട് ഭാഗമായിട്ടു വിവിധമായിട്ടു പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത് എങ്ങനെ മോനെ? ഹല്ലേലൂയ. പണ്ട് ഭാഗമായിട്ടും പോർഷൻ ബൈ പോർഷൻ. ഹല്ലേലൂയ. അരുളപ്പാട് ലഭിച്ചത് പോർഷൻ ബൈ പോർഷൻ ആണ്. പൂർണ്ണമായിട്ട് ആർക്കും ദൈവം നൽകിയില്ല. സ്തോത്രം. നമുക്കറിയാം, ഒരു ദാനിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദാനിയേലിനെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ എന്താണ് അവിടെ കാണുന്നത്? മതി, ഇതൊക്കെ ഒന്ന് അടച്ച് മുദ്രയിട്ടേര്. മതി, നീ ഈ പുസ്തകം അടച്ച് മുദ്രയിട്ടേക്കാൻ പറഞ്ഞു. സ്തോത്രം. അവനത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്താണെന്ന് ചോദിക്കും. മതി, നീ എത്രയേ ഉള്ളൂ നിന്നോട്. പിന്നെ വെളിപ്പെട്ടത് ആർക്കാ? പത്മോസിൽ യോഹന്നാന്. അവിടെയാ തുറന്നു കാണിക്കുന്നത്. അടച്ചിട്ടത്, മുദ്രയിട്ടത് തുറന്നു കാണിക്കുന്നത് വെളിപ്പാടില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഞാൻ പറയാൻ വരുന്നതിന്റെ ആശയം ഒന്ന് പിടികെട്ടാനാ അതങ്ങോട്ടൊന്ന് കയറിയത്. സ്തോത്രം. അപ്പം ഭാഗമായിട്ട് ദൈവം അരുളി ചെയ്യുന്നത്. സ്തോത്രം. ഒരു ഭാഗം, സ്തോത്രം, ആര് കണ്ടു? സക്കറിയാവ് കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. സക്കറിയാവ് 14:8. സക്കറിയാവ് 14:8. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ശ്രദ്ധിക്കണമേ. സ്തോത്രം. സക്കറിയാവ് കാണുന്ന കാഴ്ചയുണ്ട്. ഒരു കാഴ്ചയുണ്ട്. സക്കറിയ പ്രവാചകൻ ഹല്ലേലൂയ കാണുക. അന്നാളിൽ, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ്? ജീവനുള്ള വെള്ളം. സാധാരണ വെള്ളമല്ല. സ്തോത്രം. ജീവനുള്ള വെള്ളം. ഹല്ലേലൂയ. സ്തോത്രം. യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട്. ഹല്ലേലൂയ. ആ കാഴ്ച മാത്രമേ സക്കറിയാവിന് ദൈവം കൊടുത്തുള്ളൂ. സക്കറിയാവ് അത്രേ കണ്ടുള്ളൂ. യെരൂശലേമിൽ നിന്ന്. നമുക്കറിയാം, നമ്മൾ ഈ പർവ്വതങ്ങളുടെയൊക്കെ കാഴ്ച, സ്തോത്രം, ഈ ദൂരെ നിന്ന് കാണുമ്പോൾ, സ്തോത്രം, ഒറ്റയ്ക്കാ കാണുന്നത്. ഒരു പർവ്വതം ഒറ്റയാണ്. കുറെ അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ ഒരു പർവ്വതം കഴിഞ്ഞിട്ട് പിന്നെ ഒരു താഴ്വര, പിന്നെ ഒരു പർവ്വതം, പിന്നെ ഒരു താഴ്വര. അങ്ങനെയല്ല നമ്മൾ കാഴ്ച അടുക്കും തോറും അതിൻ്റെ ആ യഥാർത്ഥമായ വെളിപ്പാട് ലഭിക്കുന്നത്. അടുക്കും തോറും അത് തന്നെയാണ്. സക്കറിയാവ് കണ്ടു, അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെടും. എന്നാൽ യോവേൽ അല്പം കൂടെ ആ കാഴ്ച ക്ലിയർ ആയിട്ട് കണ്ടു. യോവേൽ 3:18. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട്. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട്. അപ്പൊ സക്കറിയാവ് യെരൂശലേമിന്നാ കാണുന്നത്. എന്നാൽ യോവേൽ കാണുമ്പോൾ യെരൂശലേമിലുള്ള യഹോവയുടെ ആലയത്തിൽ നിന്ന് ആ ഉറവ് പുറപ്പെടുന്നത് കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അന്നാളിൽ യഹോവയുടെ ആലയത്തിൽ ഒരു ഉറവ് പുറപ്പെട്ട് സിത്തീൻ താഴ്വരെ നനയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ആ കാഴ്ച അല്പം കൂടെ, സ്തോത്രം, അല്പം കൂടെ അടുത്ത് കണ്ട ഒരുവനെ കുറിച്ച് എഹെസ്കേൽ 47:1, എഹെസ്കേൽ 47:1, എഹെസ്കേൽ 47:1. ഹല്ലേലൂയ. സ്തോത്രം. ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പൊ എവിടുന്നാ വെള്ളം പുറപ്പെടുന്നത്? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടു. അത് അവിടെ ഒന്ന് നിൽക്കട്ടെ, ഞാൻ അവിടോട്ടൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. സ്തോത്രം. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പ്രവാചകനായ സക്കറിയാവ് കണ്ട യെരൂശലേമിൽ നിന്ന്, യോവേൽ കണ്ടത് യഹോവയുടെ ആലയത്തിൽ നിന്ന്, ഇവിടെ എഹെസ്കേൽ കാണുന്നത് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന്. എന്നാൽ അതിലും അടുത്ത ഒരു കാഴ്ച മറ്റൊരു പ്രവാചകനെ ദൈവം കാണിച്ചു. ഹല്ലേലൂയ. വെളിപ്പാട് 22:1. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും
കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ നടുവിൽ നിന്ന് ഒഴുകുന്നതായി പളുങ്കുപോലെയുള്ള ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഉറവ പുറപ്പെടുന്ന എവിടാ? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് നടുവിൽ നിന്ന് ഒഴുക്ക് പുറപ്പെടുവിക്കുന്നത്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഈ ഹല്ലേലൂയ ഈ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ഈ ആത്മനദി ഒഴുകുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഹല്ലേലൂയ കീഴിൽ നിന്നാണോ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ഇത് സാധാരണ ശക്തി ഒന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ പ്രത്യാശ നൽകുന്ന ദൈവം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനാൽ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. ഓ ഗോഡ് ഓഫ് ഹോപ്പ്. ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. യെസ്, അവൻ പ്രത്യാശയുടെ പുരുഷനാ. നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ പ്രത്യാശയുടെ പുരുഷനാ. ദ ഗോഡ് ഓഫ് ഹോപ്പ്. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ മഹത്വം. ആ ദൈവകൃപ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു ദൈവം വസിക്കുന്ന ആലയമാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ 6:16, 2 കൊരിന്ത്യർ 6:16. ഹല്ലേലൂയ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നെന്ന് 1 കൊരിന്ത്യർ 3:19. ഹല്ലേലൂയ. സ്തോത്രം. 2 കൊരിന്ത്യർ 6:17 തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നശിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ എത്ര ശക്തമാണ് ദൂതെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഇത് സാധാരണ പവർ അല്ല. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് കടന്നു വരുന്ന പവറാണ്. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ മഹത്വം. ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദ ഗ്രീക്ക് വേർഡ് of power is dynami. Hallelujah. From which we get our English word dynamit. Dynamit has an explosive quality. Hallelujah. Dynamit. Hallelujah. സ്തോത്രം. ഒരു എക്സ്പ്ലോസീവ് ക്വാളിറ്റി ആയി ഡൈനാമിറ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച്, ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദ സ്പിരിറ്റ് ഈസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. ഹല്ലേലൂയ. അത് നമ്മുടെ സ്വന്തം ശക്തി ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ശക്തിയല്ല. പൗലോസ് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. അത് അനുസരിക്കുന്നവർക്ക് നൽകുന്ന ദൈവത്തിന്റെ ദാനമെന്ന് സ്തോത്രം തിരുവചനത്തിൽ വായിക്കുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ ഓർപ്പിച്ചല്ലോ, വെറുതെ വന്നിരുന്ന് പാട്ട് പാടുമ്പോൾ കൈയടിച്ച് തുള്ളുന്നതല്ല പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദാനമാണ്. അത് നൽകുന്നത് ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്നവന് ഈ പവർ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളതേ. Hallelujah. Hallelujah. This is an explosive hallelujah quality. Hallelujah. അല്ലെങ്കിൽ തകർത്ത് കളയുമേ. അതുകൊണ്ടാ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിലൊന്നും ആക്കി വെക്കത്തില്ലെന്ന് പഴയ തിരുവചനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, സമയം മുന്നോട്ട് ഓടിപ്പോകുന്നു, ഞാൻ അങ്ങോട്ട് അടുത്ത് വന്നിട്ടില്ല എൻ്റെ വിഷയത്തിലേക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ വചനം നിങ്ങൾ വസിച്ചാൽ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കാൻ മാത്രം പോരാ, വിശ്വസിക്കണം.
കൈക്കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. ഗ്രഹിക്കണം. ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങളും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ യാത്രയിൽ താങ്ങുവാൻ കഴിയാത്ത ഇതിലും അധികം പരീക്ഷകൾ അനുഭവിച്ച ഒരുവളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം. ജീവിതത്തിൻ്റെ യാത്രയിൽ താങ്ങുവാൻ കഴിയുന്നതിലും അധികം പരീക്ഷ അനുഭവിച്ചവൾ അവള്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവളുടെ ഭർത്താവ്, സ്തോത്രം, യഹോവ ഭക്തനായിരുന്നു, എലിശയുടെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. എന്നാൽ അവള്, സ്തോത്രം, ആ ഭർത്താവ് മരിച്ചുപോയി. എലിശയുടെ അടുക്കൽ, സ്തോത്രം, ഈ സ്ത്രീ ചെന്ന് പറയുന്നുണ്ട്, നിന്റെ ദാസനായിരുന്ന എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ആ വാക്യം ഒന്ന് എടുത്ത് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടി അകത്ത് കിടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ പശ്ചാത്തലം നന്നായിട്ട് അറിയാം. അനേക പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ അതിലെ 1-2 ചിന്തകളൊന്ന് പറഞ്ഞിട്ട്, സ്തോത്രം, വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. വിഷയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, കടന്നു മാറിപ്പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വലിയ ജീവിതത്തിൽ ഒത്തിരി ഭാരവും കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന 2 കുഞ്ഞുങ്ങളെ ബാക്കിയുള്ളൂ. ആ 2 കുഞ്ഞുങ്ങൾ, സ്തോത്രം, ഇപ്പൊ കടക്കാർ വന്ന് അടിമകളാക്കി കൊണ്ടുപോകാൻ വാതിക്കൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്തോത്രം, പ്രവാചകന്റെ അടുക്ക കടന്നു ചെന്നു. സ്തോത്രം, പ്രവാചകനെ, എൻ്റെ ഭർത്താവ്, സ്തോത്രം, നിന്റെ ഭക്തനായിരുന്നു, നിന്റെ കൂടെ നടന്നവന്, അവൻ മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി നീ കാണുന്നുണ്ടല്ലോ. സ്തോത്രം, എന്താ? സ്തോത്രം, പ്രവാചകൻ എലീശ പറയുന്നത്, നിന്റെ വീട്ടിൽ നിന്റെ പക്കൽ എന്തുള്ളൂ? ഹല്ലേലൂയ. നിനക്ക് വല്ലതും നിന്റെ പക്കൽ ഉണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട്. 1 ഭരണിയാണ്. 1 ഭരണി എന്ന് പറയുമ്പോൾ വലിയ ജാറൊന്നും ആയിരിക്കത്തില്ല, ചെറിയ ആയിരിക്കാം. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം, ചോദിച്ച നിന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? സ്തോത്രം, ദൈവത്തിൻ്റെ അടുക്ക് എലീശ നമ്മുടെ കർത്താവിന് സമമായിട്ട് അവിടെ നിൽക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്നത്. എലീശ അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന കർത്താവിന് സമമായിട്ട്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, നമ്മുടെ ആവശ്യം പറയുമ്പോൾ ദൈവം ചോദിക്കുക, നിന്റെ പക്കൽ എന്തോ ഉണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. യേശു ചോദിച്ചില്ലേ, ഇവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ പക്ക വല്ലതും ഉണ്ടോ? സ്തോത്രം. അവർ പറഞ്ഞു, ഉണ്ട്, 5 അപ്പമുണ്ട്. അത് ഇത്രയും പേർക്കൊന്നും ആകത്തില്ല. 5 അപ്പം ഉണ്ട്, 2 മീനും ഉണ്ട്. സ്തോത്രം, ഇത്രയും പേർക്കൊന്നും ആകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതിഞ്ഞു കൊണ്ടുവാ. അത് ദൈവത്തിന്റെ കരുത്തിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 5000 പുരുഷന്മാരും സ്ത്രീകളും, 5000 പുരുഷന്മാർ പ്ലസ് സ്ത്രീകൾ പ്ലസ് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരു വലിയ വിരുന്ന് അവിടെ ഒരുക്കിയെങ്കിൽ നിന്റെ പക്കൽ എന്തുണ്ട്? ഇന്ന് പ്രഭാതത്തിൽ ദൈവസ്ഥലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു തകരാത്ത വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അടിയറവയ്ക്കാത്ത ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൂതായിട്ട് ഞാൻ അറിയിക്കുന്നു. നിന്റെ വിശ്വാസത്തിന്മേൽ അത് നീ പകരാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നീ അത് പകരാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, പലരുടെ അടുക്ക ചെന്നു പറഞ്ഞു, എനിക്ക് കുറച്ച് പാത്രം വേണം, empty vessels വേണം. അവര് ചോദിച്ചാണ്, എന്തിനാ നിനക്ക് empty vessels?
കടക്കാരും എന്ന് വന്നിരിക്കുന്നത് അവർക്ക് കൊടുക്കാനാണോ? സ്തോത്രം. എനിക്ക് ചില empty vessels അവരോട് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എനിക്ക് കുറെ empty vessels വേണം. അവരാവശ്യം പോലെ empty vessel എത്ര കളക്ട് ചെയ്യാൻ എണ്ണം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവളുടെ വിശ്വാസത്താൽ അവൾ എത്ര കളക്ട് ചെയ്തോ അവൾ അതുമായിട്ട് ഭവനത്തിന്റെ അകത്തേക്ക് കയറി. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു പദം ഒന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആ പാത്രവുമായിട്ട് എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? സ്തോത്രം. അവൾ അകത്ത് കയറി വാതിലടച്ചു. അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, തുറന്നു കിടന്ന വാതിലാണ്. ഹല്ലേലൂയ. തുറന്നു കിടന്ന അനുഭവമാ. ഹല്ലേലൂയ, സ്തോത്രം. 2 മക്കളുണ്ട്. പോകുന്നതും വരുന്നതും ഒന്നും അവക്കറിയത്തില്ല. എപ്പോഴെങ്കിലും വരിക, എപ്പോഴെങ്കിലും പോകുകയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. മാതാവിന് അറിയത്തില്ല. എപ്പോഴും തുറന്നു കിടക്കുക വാതില്. ഹല്ലേലൂയ. ഇന്ന് പല ക്രിസ്തീയ കുടുംബങ്ങളും വിശ്വാസ കുടുംബങ്ങളിലും ഹല്ലേലൂയ മക്കള് വരുന്നതും പോകുന്നതും മാതാവിനും പിതാവിനും അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. തുറന്നു കിടക്കുക. ഹല്ലേലൂയ. നിന്റെ ശൂന്യതയ്ക്ക് കാരണം ഹല്ലേലൂയ അടയാത്ത വാതിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ഹല്ലേലൂയ, സ്തോത്രം, അടയാത്ത വാതിലില്ല. ഹല്ലേലൂയ ആയിരിക്കുക. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് കാരണം ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ അകത്ത് കയറി വാതിൽ അടച്ചിട്ട് നിന്റെ കരത്തിലുള്ളത് നീ പറയുന്നു അല്പമാ. ഹല്ലേലൂയ. എനിക്കൊന്ന് സ്തോത്രം പറയാനേ പറ്റത്തുള്ളൂ. എനിക്ക് ഹല്ലേലൂയ ഒന്ന് സ്തോത്രം പറയാനേ അറിയത്തുള്ളൂ. എനിക്ക് ദീർഘമായി പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല. പക്ഷേ ഉണ്ടോ ഒരു സ്തോത്രമെങ്കിലും പറയുവാൻ? എന്നാൽ അത് കവിഞ്ഞൊഴുക്കുന്ന അനുഭവത്തിലേക്ക്, നിനക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക്, യെസ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രക്തത്താലും വചനത്താലും ജയം വേട്ടേക്കുന്നു. ഹല്ലേലൂയ. നാളുകളായി തുറന്നു കിടക്കുക, ഇതുവരെ അടഞ്ഞിട്ടില്ല. പ്രവാചകൻ പറയുന്നു വാതിൽ അടച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി തിരക്കുകളാ ജീവിതത്തിൽ. തിരക്കുകളുടെ നടുവിൽ തിരക്കുകളാ. പക്ഷങ്ങൾ ഹല്ലേലൂയ വാതിലടയ്ക്കുവാൻ കൂടെ കുടുംബങ്ങൾ തയ്യാറാകണം. യെസ്, ഹല്ലേലൂയ, സ്തോത്രം. വാതിക്കൽ നിൽക്കുന്നുണ്ട് ആര്? കടക്കാരൻ. നിന്റെ കടക്കാരൻ എന്ന് പറയുമ്പോ ശത്രു നിന്റെ വാതിക്കൽ നിന്ന് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിന്നെ ബന്ധിക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തൊക്കെയാണ് ദുഷ്ടൻ വെളിയിൽ നിൽക്കുമ്പോ, യെസ്, നിന്റെ വാതിലൊന്ന് അടയട്ടെ. ഹല്ലേലൂയ. നിന്റെ അകത്തുള്ളത് ഹല്ലേലൂയ ഒന്ന് വ്യാപാരം ചെയ്യുവാൻ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. പ്രവാചകൻ കണ്ടു അടയാത്ത ചില വാതിലുകൾ. എന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുമ്പോ നിന്നെ തന്നെ ശോധന ചെയ്യുക. യേശുവിന്റെ നാമത്തില് ആരും കാണുന്നില്ല. ഹല്ലേലൂയ. നിന്റെ അവസ്ഥ എന്താ ആരും കാണുന്നില്ല. എന്നാൽ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നിന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം, നിന്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ സകലതും കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ സംഭവിപ്പാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് അതിനെ അവകാശമാക്കുവാൻ, ഹല്ലേലൂയ, ആരിന്ന് പകൽക്കാലം സമർപ്പിക്കും? യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഹല്ലേലൂയ. സമൃദ്ധി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്യണം, ഇല്ലേ? വ്യാപാരം ചെയ്തെങ്കിൽ സമൃദ്ധി ലഭിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് 5 വെള്ളിക്കാശ്, 2 വെള്ളിക്കാശ്, 1 വെള്ളിക്കാശ് ഇങ്ങനെ കൊടുത്ത്, താലന്തും പറയുന്നുണ്ട്, 10, 5, 1 എന്ന് പറയുന്നുണ്ട്. 2 നിലയിലും പറയുന്നുണ്ട്, രണ്ട് രീതിയിലും അത് പറയുന്നുണ്ട്. 2 സുവിശേഷങ്ങൾ 2 നിലയിലാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും
5 ലഭിച്ചവൻ എന്ത് ചെയ്തു? 5 ലഭിച്ചവൻ, 5 ടാലന്റ് ലഭിച്ചവൻ 5 കൂടെ നേടി. 5 more. ഹല്ലേലൂയ. വ്യാപാരം ചെയ്താ നേടിയത്, വ്യാപാരം ചെയ്താ നേടിയത്. 2 ലഭിച്ചവൻ 2 കൂടെ നേടി. എന്താ പറയുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ കൊണ്ടുവന്നപ്പോ യജമാനൻ മടങ്ങി വന്നു. കൊടുത്തവരോട് ചോദിച്ചു, കൊണ്ടുവാ. 5 ലഭിച്ചവൻ പറഞ്ഞു കൊണ്ടുവന്നു, 5 കൂടെ കൊണ്ടുവന്നു. 2 ലഭിച്ചവൻ വീണ്ടും കൊണ്ടുവന്നു, 2 കൂടെ കൊണ്ടുവന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും. 1 ലഭിച്ചവൻ വന്ന് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ. 1 ലഭിച്ചവനെ വിളിച്ചു, അവൻ വന്നു. അവൻ പറഞ്ഞു, നീ കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യും വിതറാത്തിടത്തുനിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞിട്ട് നീ തന്ന താലന്ത് ഞാനൊരു റൂമാൽ കെട്ടി കുഴിച്ചിട്ടു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇതാ നിന്റേത്, എടുത്തുകൊള്ളുക. നഷ്ടമാക്കിയോ അവൻ നഷ്ടമാക്കിയോ? ഇല്ല, കൊടുത്തത് കയ്യിലുണ്ട്. ഇന്ന് കൊടുത്തത് പോലും കയ്യിലില്ലാത്തവരാ, ലഭിച്ചതുപോലും കയ്യിലില്ലാത്തവരാണ് അധികം. ലഭിച്ചതുപോലും പലരുടെയും കയ്യിലില്ല. ഹല്ലേലൂയ. നിന്നെ വിളിച്ചത് വ്യാപാരം ചെയ്യുവാനാണ്. നീ പറയുന്നു, ഈ തന്നത് എൻ്റെ ഉണ്ട്. അതല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യാപാരത്തിലേക്ക് നടത്തപ്പെടട്ടെ, വ്യാപാരം ചെയ്യുവാൻ ദൈവം ഹല്ലേലൂയ നിന്നെ ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യുവാൻ യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വളരെ ശക്തമായിട്ട് ദൂത് നൽകുന്നത്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. 1 ഹല്ലേലൂയ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്താൽ ദൈവം ദുഷ്ടനും മടിയനുമായ ദാസനെ, എൻ്റെ ഈ ദ്രവ്യം പലിശക്കാർക്ക് കൊടുത്തായിരുന്നെങ്കിൽ ആ പലിശയോടുകൂടെ ഞാൻ മേടിച്ചേനെ. ഹല്ലേലൂയ, സ്തോത്രം. നീ അതിനെ വ്യാപാരം ചെയ്ത് മടിയനായി പോയല്ലോ, അതുകൊണ്ട് കയ്യും കാലും കെട്ടി എറിഞ്ഞു കളഞ്ഞേക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ മഹത്വം. വിതറാത്തിടത്തുനിന്ന് കൂട്ടിച്ചേർക്കുന്നവനാണെന്ന് ഹല്ലേലൂയ, സ്തോത്രം. ആ ദാസൻ തൻ്റെ യജമാനനെ കുറിച്ച് പറഞ്ഞു. അതേ, അവൻ വിതറാത്തിടത്തുനിന്ന് കൂട്ടിച്ചേർക്കുവാൻ കഴിവുള്ളവനാ. ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാണ് അവന്. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ശൂന്യ മണ്ഡലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്താൻ കഴിവുള്ളവനാണ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽക്കാലം ദൈവസ്ഥലായിരിക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. പ്രവാചകന് ഹല്ലേലൂയ യെഹെസ്കേൽ കണ്ടതായ വിഷയം വായിച്ച കുറിവാക്യത്തോട് ചേർത്ത് പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ പ്രസംഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താ പ്രവാചകൻ കണ്ടത്? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ടൊഴുകുന്ന ഒരു കാഴ്ച. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് നമുക്കറിയാം, ആലയം സങ്കല്പിക്കുക ഇതുപോലെ. ആലയം, അതിൻ്റെ ഒരു ഉമ്മരപ്പടി കയറി വരുന്ന ചവിട്ടുപടിയ ഉമ്മരപ്പടി ഇല്ലേ? അതിൻ്റെ കീഴേ നിന്ന് ഒരു ഒഴുക്കെന്ന് പറയുമ്പോൾ വലിയ ഒഴുക്കായിരിക്കത്തില്ല എന്നോ, വലിയൊരു ഒഴുക്കാണോ? വലിയ മഹാനദിയാണോ അവിടുന്ന് ഒഴുകിയത്? അല്ല, ഒരു ഒഴുക്കെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒഴുക്കിലൂടെ എന്ത് സംഭവിച്ചു? അവൻ എന്നെ വായിച്ച താഴോട്ട് 1000 മുഴം അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി വെള്ളം വലത്തുഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ
കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. മതി, സ്തോത്രം. എല്ലാം വായിച്ച് പറയാൻ സമയമില്ല. വെള്ളം എത്ര ഉണ്ട്? നരിയാണിയോളം. സ്തോത്രം, നരിയാണിയോളം. അപ്പൊ ചവിട്ടി കയറാനുള്ള വെള്ളമേ ഉള്ളൂ. ചവിട്ടി 1000 മുഴം അളന്നപ്പോൾ നരിയാണിയോളം. വീണ്ടും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളത്തിന്റെ തോത് വർദ്ധിച്ചു, മുട്ടോളമായി. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളത്തിന്റെ ലെവൽ വർദ്ധിച്ചു, അരയോളമായി. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളത്തിന്റെ ലെവൽ വർദ്ധിച്ചു. എന്താ സംഭവിച്ചത്? നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു മഹാനദിയായി. ഹല്ലേലൂയ. ഇതാണ് പ്രത്യാശയിലുള്ള സമൃദ്ധി. പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന സമൃദ്ധിയാണ്. ഹല്ലേലൂയ. നിന്നെ നടക്കുമാറാക്കി, കടത്തുമാറാക്കി. നീ ഇറങ്ങാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, സ്തോത്രം, യെസ്, ഹല്ലേലൂയ, ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാം. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആ മഹാനദിയിലേക്ക് അവൻ എന്നെ കടക്കുമാറാക്കി. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ. ഓ, ആ സമൃദ്ധിയുടെ അനുഭവം. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശ നൽകുന്ന ദൈവ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ഹല്ലേലൂയ, ഓ, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനാലുള്ള വിശ്വാസത്തോടെ നീ കടക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തോടെ നീ ചവിടുകൾ വയ്ക്കുവാൻ തയ്യാറായാൽ, ഒരു സമൃദ്ധിയുടെ അനുഭവം യേശുവിന്റെ നാമത്തില് അവൻ എന്നെ മടക്കി കൊണ്ടുവന്നെന്നായി. താഴോട്ട് വായിക്കും. അവനെ മടക്കി കൊണ്ടുവന്നപ്പോൾ അവൻ കാണുന്ന കാഴ്ച, നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ട്. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത 12 മാസം 12 വിധ ഫലം കൊടുക്കുന്നതായ വൃക്ഷങ്ങൾ. അങ്ങോട്ട് പോയപ്പം കാണാത്തത് എന്നോട് വരുന്നുണ്ടല്ലോ, സ്തോത്രം. അങ്ങോട്ട് പോയപ്പം കാണാത്ത ചിലത് ആത്മമണ്ഡലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവിടെ കാണുവാൻ ഇടയായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങോട്ട് പോയപ്പോൾ, ഹല്ലേലൂയ, അവൻ ഇതൊന്നും കണ്ടില്ല. പോയിട്ട് മടങ്ങി വന്നപ്പോൾ കാണുന്നു 12 മാസം ഫലം കായ്ക്കുന്നതായ വൃക്ഷങ്ങൾ. അത് രോഗശാന്തിക്ക് ഉതകുന്നതാണ്. ഹല്ലേലൂയ. അത് ബലം നൽകുന്നതാണ്, നിന്നെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അല്പമണ്ഡലത്തെങ്കിലേക്ക് ഇറങ്ങിയോ നിന്നെ തൃപ്തനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. യെസ്, സകല സമാധാനവും സകല സന്തോഷവും, ഹല്ലേലൂയ, നിറവ് നിനക്ക് നൽകുന്നവനാണ്. ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സമാധാനത്തെ കെടുത്തുന്ന, നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന, ഹല്ലേലൂയ, അനുഭവത്തിന് ഒരു നീക്കുപോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ് ഈ ആത്മമണ്ഡലത്തിന്റെ അനുഭവം. യേശുവിന്റെ മകത്ത ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്പസമയം ആരാധനയ്ക്കായി വേർതിരിക്കാൻ താല്പര്യപ്പെടുന്നു. അല്പസമയം ആരാധിപ്പാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ മകത്തം ചുരുക്കം പേരായിട്ടാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്യന്ത കൃപയുടെ വ്യാപാരം, ഹല്ലേലൂയ, ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ മകത്തം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കഴിവുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. നിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന, ഹല്ലേലൂയ, നീ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും കാണുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, ചില മണ്ഡലങ്ങളിലേക്ക് ദൈവം നിന്നെ നടത്തുന്ന. നാളുകളായി നിന്നെ ബന്ധിച്ചിട്ട് പോരടിക്കുന്ന ദുഷ്ടമണ്ഡലങ്ങൾ, നിന്റെ വാതുക്കൾ ദുഷ്ടൻ നിൽക്കുന്നു. ഹല്ലേലൂയ. നിന്നെ ബന്ധിക്കുവാൻ, നിന്നെ അടിമയാക്കുവാൻ, നിന്നെ പിടിച്ചു കെട്ടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവൻ നിൽക്കുന്നു. നീ ഇതുവരെ കണ്ടിട്ടില്ല. ദൈവാത്മാവ് പറയുന്നു, നീ കണ്ടിട്ടില്ല, പക്ഷെ നിന്റെ വാതുക്കൽ നിൽക്കുന്നുണ്ട്. നീ കണ്ടിട്ടില്ല, ഹല്ലേലൂയ, നിന്റെ വാതുക്കൽ നിൽക്കുന്നു. ഹല്ലേലൂയ.
അതിന്റെ ആഗ്രഹം നിന്നോടൊക്കെയാ, നിന്നെ പിടിച്ച് ബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. യെസ്, നീ അതിനെ കീഴടക്കണം, നീ അതിന്മേൽ ജയമെടുക്കണം. ഇല്ലെങ്കിൽ അത് ബന്ധിച്ചു കളയും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഓ യേശുവിന്റെ മഹത്വം, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിനാലുള്ള വിശ്വാസത്തിന്റെ സാധ്യത വലുതാണ് കുഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. Tell your mother to bring your brother. Go and tell your mother. Oh hallelujah. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ദൈവജനം ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. ഓ യേശുവിന്റെ മഹത്വം. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരം വ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ വെള്ളം ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ഡെഡ് സീയിലേക്ക് ഈ വെള്ളം ചെന്നാൽ അവിടെ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അനേകം മത്സ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഓ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്. ഓ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തില്. ഓ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഓ ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കത്തക്കവന് ഒരു ദൈവ പ്രവൃത്തി ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില്. ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ ഭവനത്തിലുള്ള പ്രിയ മകനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും എന്നോടൊപ്പം ചേരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കാൻ പോകുക. യെസ് ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ജനനം മുതൽ ഇതുവരെയും പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ ഹല്ലേലൂയ വേണ്ടവണ്ണം ഹല്ലേലൂയ ചലിക്കുവാൻ കഴിയാതെ, ബ്രെയിൻ കമാൻഡ് ചെയ്യാതെ, ബ്രെയിനിലെ ഞരമ്പ് ഹല്ലേലൂയ ചലനമറ്റ് കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തില് പ്രത്യാശ നൽകുന്ന ദൈവ the God of hallelujah hope hallelujah പ്രത്യാശ നൽകുന്ന പ്രത്യാശയുടെ ദൈവം ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഓ കർത്താവ് നമ്മെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ.
ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവദിന ചിന്തകൾ ഇന്ന് പകൽക്കാലം നൽകുവാൻ കർത്താവ് തന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നല്ലോ. തുടർന്നും ദൈവത്തിലായിരിക്കുമ്പോഴും കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ, കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ചതുപോലെ തന്നെ പ്രത്യാശ നൽകുന്ന ദൈവം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ കുറഞ്ഞു പോകുമ്പോൾ ഇന്ന് പകൽക്കാല പ്രത്യാശയുടെ വചനം, നമ്മെ ജീവിപ്പിക്കുന്ന വചനം, ചൈതന്യം നൽകുന്ന വചനം, അതേ നമുക്ക് കർത്താവ് നൽകുവാനിടയായി തീർന്നല്ലോ. ആത്മാവിനാൽ, അതേ തന്റെ ആത്മാവിനാൽ തന്നെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരണമെന്ന് പൗലോസ് അതേ റോമാ സഭയോട് ഓർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ സമയം കടന്നു വന്നപ്പോൾ മുതൽ ഇതുവരെയും ദൈവം നമ്മെ ബലപ്പെടുത്തുവാനിടയായി, ശക്തീകരിപ്പാനിടയായി, ദൈവത്തിന്റെ ആലോചന ദൈവം നമുക്ക് നൽകുവാനിടയായി. പൗലോസിന്റെയും ശീലാസിന്റെയും അനുഭവത്തെക്കുറിച്ച് ഇന്ന് നമ്മളെ കേൾപ്പിച്ചല്ലോ. കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ, ചങ്ങലക്കിട്ടിരിക്കുമ്പോൾ, അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ അവരുടെ പ്രത്യാശ കുറയുന്ന സാഹചര്യത്തിൽ അവർ പാടി ദൈവത്തെ സ്തുതിപ്പാനിടയായി. ദൈവമക്കളെ, ചില സമയത്ത് പാടുവാൻ കഴിയാതെ കരങ്ങൾ പോലും ബന്ധിക്കുന്ന സമയങ്ങളായെങ്കിലും സ്തോത്രം, അവരവിടെ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, അവർ ദൈവത്തിന് മഹത്വം കരേറ്റിയപ്പോൾ അവിടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുവാനിടയായി. ദൈവമാണ് നമ്മെ വിടുവിക്കുന്നത്, ദൈവമാണ് നമ്മെ സഹായിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നമ്മുടെ ദാഹം മാറ്റും, നമ്മുടെ ക്ഷീണം മാറ്റും, നമ്മുടെ പ്രതികൂലങ്ങളെ അവൻ മാറ്റും, നമ്മുടെ പ്രതിസന്ധികളെ അവൻ മാറ്റും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. സ്തോത്രം. അതേ, തകർന്നു പോകാത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്നവനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൽ ചെന്നിട്ട് കർത്താവേ പകരണമേ, കർത്താവേ കൃപ നൽകണമേ, ബലം നൽകണമേ, ശക്തി പകരണമേ, ദൈവകൃപ നൽകണമേ. നാം യാചിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമല്ലോ. ഇന്ന് നാം കേട്ടതുപോലെ സ്തോത്രം, നരിയാണിയോളമല്ല, സ്തോത്രം മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയാൽ കടക്കുവാൻ കഴിയാത്ത ഒരാത്മീയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ, ഒരാത്മീയ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ. പ്രത്യാശയുടെ ഒരു സമൃദ്ധി ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ആലോചനയ്ക്ക് മുമ്പാകെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ച് ദൈവത്തിന്റെ ആലോചനകളെ നൽകുവാൻ കർത്താവ് ശക്തീകരിച്ചല്ലോ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗും നാളത്തെ ആരാധനയിലൊക്കെ ദൈവത്തിന്റെ ആലോചനകളെ നൽകുവാൻ കർത്താവ് പിന്നെയും തന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. വീണ്ടും ഈ ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.